പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. സ്നേഹമുള്ളവരെ, പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയുടെ 15-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വചന പ്രഘോഷണത്തിലൂടെയും ആരാധനകളിലൂടെയും ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്കവിധത്തിൽ നമ്മെ ഒരുക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ ഒരു നിമിഷം വളരെ ഗൗരവമായി വചനത്തെ ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ വലിയ മാറ്റത്തിന് നമ്മെ തന്നെ വിധേയമാക്കുവാനും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ദിവസം ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന ദൈവ ശുശ്രൂഷയുടെ 15-ാം ദിവസം വചനവിചിന്തനത്തിനായി എടുക്കപ്പെടുന്ന ഒരു തലക്കെട്ട് ഇപ്രകാരമാണ്: നമ്മോടുകൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കൂട്ട്. നമ്മോടുകൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കൂട്ട്. കൂട്ടുകൂടുവാൻ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പിറവിയാണ് ക്രിസ്മസ്. ഏറ്റവും ഭംഗിയുള്ളൊരു വാക്കാണ് കൂട്ട്. കൂട്ടെന്ന് പറയുന്നത് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഒരപ്പനും അമ്മയും മക്കൾക്ക് കൂട്ടാണ്. മക്കൾ അപ്പനും അമ്മയ്ക്കും കൂട്ടാണ്. മക്കൾ പരസ്പരം കൂട്ടാണ്. ഈ കൂട്ടിൻ്റെ മാധുര്യം വിളിച്ചോതുന്നതാണ് ഈ ക്രിസ്മസ് ആഘോഷമെന്ന് പറയുന്നത്. അങ്ങനെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു ആസ്വാദനമാണ് ഈ ദിവസം നമ്മൾ ഇന്ന് വിചിന്തനമാക്കുന്നത്. ദൈവം ഒരിക്കൽ തീരുമാനമെടുത്തു മനുഷ്യൻ്റെ കൂടെ നടക്കണം എന്ന്, മനുഷ്യനെ ബോധ്യപ്പെടുത്തണമെന്ന്. ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗമാണ് കൂടെ നടക്കുവാൻ ദൈവം തീരുമാനമെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ജനനം കാലിത്തൊഴുത്തിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് കുരിശു വരെ കൂടെ നടക്കുകയായിരുന്നു. അമ്മയുടെ കൂടെ നടന്നു, യൗസേപ്പിതാവിൻ്റെ കൂടെ നടന്നു, ആട്ടിടയരുടെ കൂടെ നടന്നു, മാലാഖമാരുടെ കൂടെ നടന്നു, ജനങ്ങളുടെ കൂടെ നടന്നു, അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നു, പാവപ്പെട്ടവരുടെ കൂടെ നടന്നു, രോഗികളുടെ കൂടെ നടന്നു. അങ്ങനെ കൂടെ നടന്ന ഈശോയുടെ ജീവിതമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ട ക്രിസ്മസ് സന്ദേശം. കൂടെ നടക്കുക, നമ്മുടെ കൂടെയുള്ളവരുടെ ഒപ്പം കൂട്ടായി നടക്കുവാനുള്ള വലിയ വിളി, ഒരു ക്ഷണം ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ ദൈവം നമുക്ക് നൽകുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ, ഒരു കൂട്ടിന് വേണ്ടി വരുമ്പോൾ നമ്മൾ 2 കൈയും നീട്ടി ദൈവത്തെ സ്വീകരിക്കണം. പക്ഷേ 3 പേരിൽ അങ്ങനെ സംഭവിച്ചില്ല. തുടക്കത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഈ സദ്വാർത്ത അറിയിച്ചപ്പോൾ തന്നെ ഭയചകിതയായി. അപ്പോൾ എന്താണ് ദൈവം ദൂതനിലൂടെ അറിയിച്ചത്? മറിയമേ, നീ ഭയപ്പെടേണ്ട എന്നുള്ളത് തന്നെയാണ്. ഈ കൂട്ടുകൂടാൻ വരുന്ന ദൈവത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ കൂടെ ഞാൻ സമാധാന ദൂതനായുണ്ട്, നിന്നെ വഴി നടത്തുവാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ഇതുപോലെ തന്നെ യൗസേപ്പിതാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് സംസാരിച്ചത്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്,
ദൈവം തരുന്ന ഏറ്റവും സുന്ദരമായ ഒരു സന്ദേശമാണിത്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നിൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ട് എന്ന് പറയുന്നതാണ്. ആട്ടിടയർക്ക് നൽകിയ സന്ദേശവും കൂടി നമ്മൾ ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. എന്താണ് ആട്ടിടയരോട് പറഞ്ഞത്? രാത്രിയിൽ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൂതനെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. അങ്ങനെ ഭയപ്പെടേണ്ട എന്ന സന്ദേശമാണ് ദൈവം ആട്ടിടയർക്ക് നൽകിയത്. കാരണം ഒരു രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു എന്ന് അവരറിയിക്കുക. ഞാനിത് പറയുവാനുള്ള കാരണം, ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ സുന്ദരമായ വാക്കുകളാൽ അലങ്കരിക്കപ്പെടേണ്ടതാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ നടക്കുവാൻ എൻ്റെ കൂട്ടായി വരുന്ന ഉണ്ണിയേശുവിനെയാണ് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ കൂടെ നടക്കുന്ന ഒരു അനുഭവം പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. വളരെയധികം താല്പര്യത്തോടു കൂടി ഈ ഒരു വിഷയത്തെ നമുക്ക് ധ്യാനിക്കാം. കാരണം പരിശുദ്ധ അമ്മ നമുക്കൊരു റോൾ മോഡലാണ്, ഒരു മാതൃകയാണ്. അമ്മ എങ്ങനെയാണ് ഈശോയുടെ കൂടെ നടന്നത്? ഈശോ ഉണ്ണിയേശു ആയ നിമിഷം മുതൽ അവസാനം വരെ അമ്മ നടന്ന് നീങ്ങിയ വിവിധ തലങ്ങളിൽ 5 തലങ്ങളുണ്ട്. അതിനെ നമുക്ക് ധ്യാന വിഷയമാക്കാം. ആദ്യം അമ്മ ഈശോയെ കൊണ്ട് നടന്നത് ഉദരത്തിലാണ്. 2 ഈശോയെ കൊണ്ട് നടന്നത് മാറിടത്തിലാണ്. 3 ഈശോയെ നടന്നത് തോളിലാണ്. 4 ഈശോയെ പിന്നാലെയാണ് കൊണ്ടു നടന്നത്. 5 ഈശോയെ മുന്നിലാണ് കൊണ്ട് നടന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നൽകിയ ഈ വെളിപ്പെടുത്തലുകൾ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമുക്ക് മാതൃകയാക്കാം. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ 5 തലങ്ങളിലൂടെ ഉണ്ണീശോയെ വഹിച്ചു കൊണ്ടുപോയത്? 1, ഉദരത്തിൽ ഈശോയെ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ യാത്രയുണ്ടാക്കി. മംഗളവാർത്തയ്ക്ക് ശേഷം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എങ്ങോട്ടേക്ക്? എലിസബത്തിൻ്റെ ഭവനത്തിലേക്കാണ് അവൾ യാത്ര പുറപ്പെട്ടത്. ശുശ്രൂഷ ചെയ്യുവാൻ, സേവനം ചെയ്യുവാൻ. പരിശുദ്ധ അമ്മ ആദ്യം നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണമെന്ന് നമുക്കതിനെ വിളിക്കാമല്ലേ? കാരണം ഉള്ളിൽ ഈശോയുണ്ട്. ഞാനൊരു ബലി അർപ്പിക്കുമ്പോൾ, നമ്മൾ ദേവാലയത്തിൽ പോയി ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈശോ വരുന്നില്ലേ? ഉവ്വ്, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നാം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെടണം. പരിശുദ്ധ അമ്മയെ പോലെ ഉദരത്തിൽ ഈശോയെ വഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഓരോ ദേവാലയത്തിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കൊച്ചു സക്രാരിയെ പോലെ ഞാൻ ഇറങ്ങിത്തിരിക്കണം, തിടുക്കത്തിൽ യാത്ര ചെയ്തുകൊണ്ട്. എങ്ങോട്ടേക്ക്? ശുശ്രൂഷ ചെയ്യുവാൻ. കാരണം അനേകർക്ക് ആനന്ദമുളവാക്കുന്ന ഒരു വലിയ നിധിയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ തന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ഒരു ആനന്ദമായിരുന്നു എലിസബത്തിനും കുഞ്ഞിനും ഉണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മൾ സക്രാരികളായി മാറുമ്പോൾ, ഉണ്ണീശോയെ നമ്മൾ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മൾ കുർബാനയായി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു കുതിച്ചു ചാട്ടത്തിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ആനന്ദത്തിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഈ ക്രിസ്മസ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈശോയെ ഉള്ളിൽ പേറി നടക്കുക, ഈശോയെ കൊണ്ട് നടക്കുക. കാരണം എൻ്റെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോയുടെ മനസ്സാണ് ക്രിസ്മസിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഉദരത്തിൽ ആയിരുന്നതുപോലെ മാറിടത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ണീശോയും വഹിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനായിട്ടൊരു യാത്ര പുറപ്പെട്ടു. ഈജിപ്തിലേക്കുള്ളൊരു യാത്ര. ഹെറോദേസിനെ ഭയന്ന് യൗസേപ്പിതാവും മാതാവും ഉണ്ണിയേശുവിനെ മാറിടത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു അത്. അത് വിശ്വാസത്തെ സംരക്ഷിക്കുന്ന യാത്രയായിരുന്നു അത്. തൻ്റെ ദൈവപുത്രനായ ഈശോയെ, തൻ്റെ മകനെ സംരക്ഷിക്കുന്ന യാത്രയായിരുന്നു അത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്, നിമിഷങ്ങളുണ്ട്. ഈശോയെ കൈവിട്ട് പോയേക്കാവുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ വരും, പ്രലോഭനങ്ങൾ വരും. പല നിരീശ്വരവാദികൾ നമുക്കെതിരെ അങ്ങേയറ്റം അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് മത്സരിക്കും. അവരുടെ മുമ്പിൽ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ, വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മൂന്നാമതൊരു യാത്രയുണ്ട്. എന്താണത്? ഹെറോദേസിൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് ഈശോയെയും വഹിച്ചുകൊണ്ട് യൗസേപ്പിതാവും മറിയവും
തിരികെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ. അത് തിരിച്ചു നൽകുന്നത്, മടങ്ങി വരുന്നത് ഈശോയെ തോളത്ത് വഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉദരത്തിൽ നിന്ന് മാറിടത്തിലേക്കും പിന്നെ മാറിടത്തിൽ നിന്ന് തോളത്തേക്കും ഈശോയെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. ഈശോയെ തോളത്ത് വഹിക്കുമ്പോൾ അത്ര വലിയ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല, കാരണം അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ തോളത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സ്നേഹത്തോടുകൂടി പരിരക്ഷിക്കുക, അല്ലെങ്കിൽ അങ്ങേറ്റം സ്നേഹത്തോടുകൂടി താലോലിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ തോളത്തായിരിക്കുമ്പോഴല്ലേ നമ്മളെപ്പോഴൊക്കെ ആ കുട്ടികൾക്ക് സ്നേഹം കൂടുതൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുക. ആ തോളത്ത് കിടക്കുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന അനുഭവം എന്താ? ഏറ്റവും സുരക്ഷിതമായൊരിടം, വിശ്രമിക്കുവാൻ പറ്റുന്നൊരിടം, ഏറ്റവും സന്തോഷം തന്നിരുന്നൊരിടം. അങ്ങനൊരു ഇടം എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് കിട്ടുമോ? ഈശോയെ ഞാൻ തോളിലെടുക്കുമ്പോൾ ഓർക്കേണ്ടത്, അങ്ങനെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സാന്നിധ്യം ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ? ഈ ചോദ്യമാണ് ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ചോദിക്കേണ്ടത്. നാലാമതായി നമ്മൾ കാണുന്നത് ഒരു സമർപ്പണ യാത്രയാണ്. എന്താണ് സമർപ്പണ യാത്ര? ആ സമർപ്പണ യാത്രയിൽ ഈശോ മാതാവിൻ്റെ പിന്നാലെയാണ് വരുന്നത്. ആ കൈകൾ പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടാണ് പോകുന്നത്. എവിടേക്കാണ്? ദേവാലയത്തിലേക്കാണ്. ശിമയോൻ്റെ കരങ്ങളിലേക്ക് ആ ശിശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊരു സമർപ്പണത്തിൻ്റെ യാത്രയാണ്, പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കലിൻ്റെ യാത്രയാണ്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഓർക്കുക, ഈശോയെ സമർപ്പിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ മനസ്സ് നമ്മൾ വായിച്ചെടുക്കുക. ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാനായി സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ എത്ര പേരെ ഇതുപോലെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്? എത്ര മക്കളെ ഇന്ന് ദേവാലയത്തിൽ കൊണ്ടുപോകാൻ മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്? എത്ര പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്? ഇതൊരു ഇന്നത്തെ ധ്യാന വിഷയമാക്കേണ്ട ചിന്തയല്ലേ? വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയല്ലേ? വിശ്വാസത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ദേവാലയത്തിൽ നിന്നും ഇടവകയിൽ നിന്നുമൊക്കെ മാറിപ്പോകുന്ന യുവജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈശോയെ മാതാവ് കൈപിടിച്ച് കൊണ്ട് നടന്നതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഒക്കെ ഈശോയെ പോലെ അവരെയും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലും ഒരു നിരീശ്വരവാദി, ഒരു കഥയാണ്, നിരീശ്വരവാദി തൻ്റെ ഭവനത്തിൽ പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസി ആയിരുന്ന ഭാര്യയ്ക്ക് ഇത് കേൾക്കുമ്പോൾ എപ്പോഴും സങ്കടം വന്നു, ഭർത്താവിന് ഒരു വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ. പക്ഷേ അന്ന് ക്രിസ്മസ് ദിനമാണ്. ഭാര്യ പറഞ്ഞ് നോക്കി, ആവതും പരിശ്രമിച്ച് നോക്കി ഭർത്താവിനെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ സാധിച്ചില്ല. അവസാനം ഭാര്യയും മക്കളും മാത്രം പള്ളിയിലേക്ക് പോവുകയാണ്, സങ്കടത്തോടുകൂടി പോവുകയാണ്. അപ്പോഴാണ് ഈ ഭർത്താവ്, നിരീശ്വരവാദിയായ ഭർത്താവ്, കാര്യം നല്ല മനുഷ്യനാണെങ്കിലും ദൈവത്തിൽ മാത്രം അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം പുറത്ത് കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് അല്പം ഭയമുണ്ടായി, കാരണം വലിയൊരു ശബ്ദമായിരുന്നു. അദ്ദേഹം മെല്ലെ ജനാലയുടെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ മഞ്ഞുകാലമായതുകൊണ്ട് പുറത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന അനേകം പക്ഷിക്കൂട്ടങ്ങളെയാണ് അദ്ദേഹം കണ്ടത്. ഈ പക്ഷിക്കൂട്ടങ്ങൾ ജനാലയ്ക്കരികിൽ വെളിച്ചം കണ്ട മാത്രയിൽ ഓടി വരികയാണ്. അവസാനം അവർ ഭിത്തിയിൽ അടിച്ച് നിലത്തേക്ക് വീഴുകയാണ്. തൻ്റെ ജീവിതം, തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ഓരോ പക്ഷിയും ശ്രമിക്കുന്നതിൻ്റെ ഒരു വലിയ ഭാഗമായിട്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഇദ്ദേഹത്തിന് മനസ്സിൽ അലിവുണ്ടായി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, വാതിൽ തുറന്നിട്ട് അവരെ അകത്തേക്ക് ചൂടുള്ള പ്രദേശത്തേക്ക് മാറ്റാം. അങ്ങനെ വാതിൽ തുറന്നിട്ടു. ഈ പക്ഷികൾ ഓരോന്നായി വാതിലിൻ്റെ അടുക്കൽ വന്നു. പക്ഷേ ഇയാളെ കാണുമ്പോഴേക്കും പക്ഷികൾക്ക് ഭയം. അങ്ങനെ പക്ഷികൾ തിരിച്ചു പോവുകയാണ്. ഇയാൾ ആവതും പരിശ്രമിച്ച് നോക്കി. പിന്നെ അവസാനം കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് നോക്കി ഈ പക്ഷികളെല്ലാം അകത്ത് കൊണ്ടുവരുവാനായിട്ട്. സാധിച്ചില്ല. പക്ഷികൾക്ക് എന്നിട്ടും ഭയമായിരുന്നു. എല്ലാ വിധത്തിലുള്ള മാർഗങ്ങളും അവലംബിച്ച് നോക്കി. പക്ഷേ ഒരു രീതിയിലും പക്ഷികൾ ഈ മുറിക്കകത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഈ മനുഷ്യനെ കാണുമ്പോൾ അവനോടുള്ള ഭയം നിമിത്തം പക്ഷികൾ പറന്നകലുകയാണ്. പെട്ടെന്നാണ് പള്ളിമണി മുഴങ്ങിയത്. പാതിരാത്രിയിൽ പിറവിത്തിരുന്നാളിനോടനുബന്ധിച്ചുള്ള പള്ളിമണി. ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി പെട്ടെന്ന് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു, ദൈവമേ, നൗ ഐ ബിലീവ് ഇൻ ഗോഡ്. ഇപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട്
ദൈവം മനുഷ്യനായി അവതരിച്ചു. എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ പക്ഷികളോട് എനിക്ക് പറയുവാൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ഞാൻ പറഞ്ഞു നോക്കി, എന്നിട്ടും എനിക്ക് സാധിച്ചില്ല. അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, "If I were a bird", ഞാനൊരു പക്ഷിയായിരുന്നുവെങ്കിൽ അവരുടെ ഭാഷയിൽ അവരോട് ഞാൻ പറഞ്ഞേനെ, "I love you", ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും ആക്രമിക്കുകയില്ല എന്ന്. പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല. പക്ഷെ ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ചത് ഈ ഒരു സന്ദേശം മാത്രം പറയുവാനാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന മനോഹരമായ സന്ദേശം. സമർപ്പണ യാത്രയിൽ ഈശോയെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായും കൊടുക്കുവാനായിട്ട്, നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അവിടെയാണ് യഥാർത്ഥമായിട്ട് കൂട്ടിന് വരുന്ന ഈശോയ്ക്ക് സമ്മാനമായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവസാനമായി വിശ്വാസത്തിലൂടെയുള്ള സഹനയാത്രയാണ് അവസാനത്തെ യാത്ര എന്ന് പറയുന്നത്. അത് കുരിശിലേക്കുള്ള സഹനത്തിൻ്റെ യാത്രയാണ്. അവിടെയും അമ്മ പിറകെ നടക്കുകയാണ്. മകൻ്റെ പിറകെ നടക്കുന്ന അമ്മ, ആ മകൻ സഹിക്കുന്നത് കണ്ട് കണ്ണീരോടുകൂടി നടക്കുന്നൊരമ്മ. ആ അമ്മയുടെ ഹൃദയം എത്രമാത്രം നുറുങ്ങിയിട്ടുണ്ടാകും. ആ അമ്മയുടെ ജീവിതം മുഴുവനും 5 യാത്രകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ഉദരത്തിലായിരുന്ന ഈശോയെ അങ്ങേയറ്റം സ്നേഹത്തോട് കൊണ്ട് നടന്നു. മാറിടത്തിൽ കെട്ടിപ്പിടിച്ച് വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി. തോളോട് തോൾ ചേർത്ത് വെച്ച് അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി ഈജിപ്തിൽ നിന്ന് തിരികെ വന്നു. പിന്നീട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി സമർപ്പിച്ചു, പിറകെ നടത്തി സമർപ്പിച്ചു. അവസാനം മുന്നിൽ നടക്കുന്ന ബാലൻ, മുന്നിൽ നടക്കുന്ന തൻ്റെ മകനെ കണ്ട് നൊന്ത് കരയുന്നൊരമ്മയായി മാറി. പക്ഷെ ഓർക്കുക, ഓരോ യാത്രയിലും എന്താണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മകനിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത ഒരമ്മയുടെ സാന്നിധ്യം. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരമ്മയെയാണ് നമ്മളവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ നടക്കുവാൻ മനുഷ്യനായി മണ്ണിൽ അവതരിച്ച ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഞാൻ ഇന്നു മുതൽ എൻ്റെ ഈശോയുടെ കൂടെ നടക്കുമെന്നുള്ളത് തീരുമാനം തന്നെയാണ്, ഉറച്ച തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുമെന്നുള്ള ആ വലിയ ബോധ്യവും തീരുമാനവുമായിരിക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ തീരുമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പുലർത്തേണ്ട ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മനോഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഞാനൊരു വാഗ്ദാന പേടകമാകും. എന്താണ് വാഗ്ദാന പേടകം? വാഗ്ദാന പേടകത്തിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അഹ്റോൻ്റെ അംശവടി ഉണ്ടായിരുന്നു, 10 കൽപ്പനകളുണ്ടായിരുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ച മന്നയുണ്ടായിരുന്നു. ഇത് 3ഉം പ്രതീകാത്മകമായിട്ട് പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തൊക്കെയാണ്? അഹ്റോൻ്റെ അംശവടി എന്ന് പറഞ്ഞാൽ സഭയെന്ന് തന്നെയാണ് അർത്ഥം. മന്ന എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യം എന്ന് തന്നെയാണ് അർത്ഥം. 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം, വചനം എന്നർത്ഥം. നമ്മൾ ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുർബാനയെ സ്നേഹിക്കുക, വചനത്തെ സ്നേഹിക്കുക, സഭയെ സ്നേഹിക്കുക. ഇത് 3ഉമാണ് സഭയെ സ്നേഹിച്ചും ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചും അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യത്തോടൊപ്പം തന്നെ വചനത്തോടും സഭയോടുമുള്ള ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പുലർത്തുന്നത് ഇത് മാത്രമാണ്. എന്താണത്? ഞാൻ എൻ്റെ കൂടെ ഈശോയെ നടത്തും എന്നുള്ളതാണ്. കൂട്ടിന് വന്ന ഈശോയെ ഞാൻ മുറുകെ പിടിക്കും, ഞാൻ വാഗ്ദാന പേടകമായാൽ. അതുകൊണ്ട് ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഞാൻ വാഗ്ദാന പേടകമായി ഒരു മനോഭാവം, പേടകത്തിൻ്റെ മനോഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ പുലർത്തുമെന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത് സ്വർഗത്തിൻ്റെ മഴവില്ലായി തീരുക എന്നുള്ളതാണ്. എന്താണ് മഴവില്ല്? മഴവില്ലെന്ന് പറയുന്നത് മനോഹരമായൊരു ദൃശ്യമാണ്. ഒരു വലിയ മഴയ്ക്ക് ശേഷം കാണുന്ന സുന്ദരമായ ഒരു അന്തരീക്ഷം. നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഒരു ജീവൻ്റെ അംശം കിട്ടുന്നതിൻ്റെ സൂചനയായി കണ്ടത് അന്തരീക്ഷത്തിലെ ആകാശത്തിലെ മഴവില്ലാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു വലിയ അടയാളമായിരുന്നു. അങ്ങനെയെങ്കിൽ ഓരോ മഴവില്ലും സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. അപ്പോൾ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ കണ്ടുമുട്ടുന്നവരിലൊക്കെ ഞാൻ മഴവില്ലായി തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക, അവിടെ ഞാൻ യഥാർത്ഥത്തിൽ
കൂടെ നടക്കുന്ന ഈശോയെ മുറുകെ പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞാൻ സ്വർഗത്തിൻ്റെ ഒരു മഴവില്ലായി തീരേണ്ടിയിരിക്കുന്നു. കൂടെ നടക്കുന്ന ഈശോയെ വാരിപ്പുണർന്ന് ഈശോയ്ക്ക് വേണ്ടി മാത്രമുള്ള വ്യക്തിയാണ് ഞാനെന്ന് പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി പറയുന്നത് യാക്കോബിൻ്റെ ഗോവണിയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എന്താണ് യാക്കോബിൻ്റെ ഗോവണി? യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഗോവണിയിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്നു. അതിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ജീവിതം നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഞാനൊരു ഗോവണിയായിരുന്നുവെങ്കിൽ, ഞാൻ എന്ന വ്യക്തി സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയായിരുന്നുവെങ്കിൽ, അനേകം ദൈവാനുഗ്രഹങ്ങൾ എന്നിലൂടെ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും എന്നെ കണ്ടുമുട്ടുന്നവരിലൂടെ അനേകം പേർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നൊരവസ്ഥ. അതാണ് യഥാർത്ഥമായിട്ടുള്ള മനോഭാവം. ക്രിസ്മസിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഈ ഒരു ഗോവണിയുടെ മനോഭാവമാണ്. ഞാൻ ഈശോയുടെ കൂടെ വഴി നടത്തുവാൻ ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ ഈശോയുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, ഓർക്കുക, അവിടെ ഞാൻ ഗോവണിയായി മാറേണ്ടിയിരിക്കുന്നു. നാലാമതായിട്ട് ഒരു സൈൻ പോസ്റ്റായി മാറുക, ഒരു വഴികാട്ടിയുടെ മനോഭാവം പുലർത്തുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, പലയിടങ്ങളിലും വഴികാട്ടി ആയിട്ട് സൈൻ പോസ്റ്റ്, സ്ഥലങ്ങളുടെ പേരെഴുതി ആരോ മാർക്ക് കൊടുത്ത് നമ്മളെ വഴി നടത്തുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ വഴികാട്ടികളെയാണ്. ആ വഴികാട്ടികളെ നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു വഴികാട്ടിയായി മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വഴികാട്ടിയാകുന്നത് എങ്ങനെയാണ്? എന്നെ കണ്ടുമുട്ടുന്നവരിലൊക്കെ ഈശോയെ കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമ്പോൾ ഞാനൊരു വഴികാട്ടിയാണ്. ഏറ്റവും അവസാനം, പാറപ്പുറത്ത് ഭവനം പോലെ ആയിരിക്കണം എൻ്റെ മനോഭാവം. എൻ്റെ വിശ്വാസം അത്രമാത്രം ശക്തിയുള്ളതായി മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രലോഭനത്തിനും പാപത്തിൻ്റെ അന്തരീക്ഷത്തിലും ഞാൻ മുറുകെ പിടിക്കും എൻ്റെ ഈശോയെ. അപ്പോൾ ഈ 5 മനോഭാവങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലെ ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിച്ച ഈശോയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ആ കൈ ഒരിക്കലും വിടരുത്. ഒരു കൊച്ചുകുട്ടി അപ്പൻ്റെ കൂടെ നടക്കാനിറങ്ങി. ഒരു പാലം, കൈവരികളില്ലാത്ത പാലമെത്തി. അടിയിൽ അത്യുഗ്രമായ വേഗതയിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. കാണുമ്പോൾ ഭയാനകം. അത്രയും നേരം അപ്പൻ്റെ കൈ പിടിച്ച് നടന്ന കുട്ടി പെട്ടെന്ന് അപ്പൻ്റെ കൈ വിടുകയാണ്. എന്നിട്ട് അപ്പനോട് പറയുകയാണ്, അപ്പ ഇനി എൻ്റെ കൈ പിടിക്കുക. അപ്പോൾ അപ്പൻ ചോദിച്ചു, എന്തിനാണ്? ഇത്രയും നേരം നീ എൻ്റെ കൈ പിടിച്ചല്ലോ, അതുപോലെ പോരെ, ഇനി എന്തിനാണ് ഞാൻ നിൻ്റെ കൈ പിടിക്കുന്നത്? അപ്പോൾ ആ കൊച്ചുകുട്ടി പറയുകയാണ്, ഈ കൈവരികളില്ലാത്ത പാലത്തിൻ്റെ മേലെ യാത്ര ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞാനാണ് അപ്പൻ്റെ കൈ പിടിക്കുന്നതെങ്കിൽ ഉറപ്പാണ് ആ അപകട സമയത്ത് ഞാൻ അപ്പൻ്റെ കൈ വിടും. പക്ഷേ അപ്പനാണ് എൻ്റെ കൈ പിടിക്കുന്നതെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ്, എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഇതാണ് കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം. പ്രിയമുള്ളവരെ, ക്രിസ്മസ് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന, കൂട്ടാഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ജനനമാണ്. ആ ദാഹം, ആ കൂട്ടാഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാം. നമുക്ക് മുറുകെ പിടിക്കാം ഈശോയെ നമ്മുടെ കരങ്ങളിൽ. നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഈ ഒരു ദിവസം മുഴുവനും നമുക്ക് കൂടെ ആയിരിക്കുവാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന ഈ ശുശ്രൂഷയുടെ അവസാന നിമിഷത്തിൽ ഇന്നത്തെ ഈ ദിവസം ഒരു ടാസ്ക് തരുവാൻ, ഒരു ചെറിയ ദൗത്യം തരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ ദൗത്യം? പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ മനസ്സിനെ ഇറനണിയിക്കുന്നൊരു വലിയ ദൃശ്യമുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോഴൊക്കെ കയ്യിൽ ജപമാല മണി കയ്യിലെടുക്കുന്നത് എത്ര സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. കൂടെ ദൈവമുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ജപമാല മണി കയ്യിലിരിക്കുമ്പോൾ. കാരണം ആ ജപമാല ബൈബിൾ തന്നെയാണ്. ഓരോ ജപമാലയുടെ മണികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവവചനമാണ് നമ്മൾ ഉരുവിടുന്നത്, ദൈവത്തെ തന്നെയാണ് നമ്മൾ ഉരുവിടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ദൗത്യം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ ജപമാല കയ്യിൽ പിടിച്ച് ജപമാല ചൊല്ലുവാനായിട്ടുള്ളൊരു മനോഭാവം. അത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാത്രമായിട്ടുള്ള ഒരു ദൗത്യമല്ല, ജീവിതത്തിൽ മുഴുവനും. കാരണം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന കൊച്ചുകുട്ടികൾ ജപമാല ചൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷം വരാതിരിക്കുക? അത്രമാത്രം സന്തോഷം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഓർമ്മ സമ്മാനിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണത്. അതുകൊണ്ട് അച്ഛൻ നൽകുന്ന ഈ ഒരു ദൗത്യം സ്നേഹത്തോടു കൂടി ഏറ്റെടുക്കുക. ഓർക്കുക, ദൈവം ജനിക്കുന്നു എവിടെ? പുൽക്കൂട്ടിലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ.
എന്തിനു വേണ്ടി? ഒരു കൂട്ടായി എന്നും നിങ്ങളെ സംരക്ഷിക്കുവാൻ. ഓർക്കുക, ഭയപ്പെടരുത്, ഭയപ്പെടേണ്ട, ദൈവം നിന്നോടുകൂടെയുണ്ട്. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. സർവശക്തൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, ആത്മനാഥൻ അണയുകയാ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, ആത്മനാഥൻ അണയുകയായി. ആത്മാവിൻ നിറവിൽ ആദരവോടെ അഖിലരുമണിയാൻ ചേർന്നിടുന്നു. ആത്മാവിൻ നിറവിൽ ആദരവോടെ അഖിലരുമണിയായി ചേർന്നിടുന്നു. വാനിലും ഭൂവിലും വാഴുന്നവൻ, പരിശുദ്ധനായവൻ അത്യുന്നതൻ. വാനിലും ഭൂവിലും വാഴുന്നവൻ, പരിശുദ്ധനായവൻ അത്യുന്നതൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളെ പോലെ ജീവിച്ച് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളോട് പറഞ്ഞുവല്ലോ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. കുരിശുമരണത്തോളം വരെ നീ ഞങ്ങളെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത് സ്നേഹത്തിൻ്റെ വലിയൊരു പാഠം നീ ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ,
ഈ ഒരു ആരാധനയുടെ മണിക്കൂറിൽ ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയുടെ നാളുകളിൽ അങ്ങ് ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കാലിത്തൊഴുത്തിൽ ഒരു കെനോസിസ് അനുഭവം പഠിപ്പിച്ചുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് പുൽത്തൊട്ടിയിൽ ജാതനായ ഉണ്ണി യേശുവെ, കൂടെ നടക്കുവാൻ കൊതിയൂറുന്ന ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണല്ലോ കാലിത്തൊഴുത്തിൽ അങ്ങ് വെളിപ്പെടുത്തിയത്. കൂട്ടാണ് അങ്ങ് ആഗ്രഹിച്ചത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മനുഷ്യൻ്റെ കൂടെ നടക്കുവാൻ, മനുഷ്യൻ്റെ കൂടെ ആയിരിക്കുവാൻ, മനുഷ്യൻ്റെ ഒപ്പം ജീവിക്കുവാൻ ആ കരങ്ങൾ പിടിച്ചുകൊണ്ട് നീ ഞങ്ങളെ നയിച്ചു. ദിവ്യകാരുണ്യനാഥ, ഈ മനുഷ്യാവതാര രഹസ്യത്തിൽ ഞങ്ങൾ ധ്യാനമായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ഈ പാഠത്തെ ഓർത്ത് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ ഈ തിരുശരീരത്തിന് മുമ്പിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ നീ ആശീർവദിക്കണമേ. കൂടെ നടക്കുവാൻ പഠിപ്പിച്ച ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ നടക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് വേദനിച്ചൊറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും പടുകുഴിയിലേക്ക് വീണുപോൾ കരങ്ങൾ പിടിച്ചുയർത്തിയ നിമിഷങ്ങളെ ഓർത്ത്, ആരാരുമില്ലാതെ വെമ്പൽ കൊണ്ട നിമിഷങ്ങളിൽ അങ്ങയുടെ സ്വരം ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടവന്ന നിമിഷങ്ങളെ ഓർത്ത് ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. യേശുവേ നന്ദി. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഏദേൻ തോട്ടത്തിൻ്റെ ആരംഭം മുതൽ പ്രവാചകന്മാരിലൂടെയും മറ്റും ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹം അവരിലൂടെയെല്ലാം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. ഇമ്മാനുവേൽ എന്ന മനോഹരമായ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന സന്ദേശം ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. ഇതിലും വലിയൊരു അത്ഭുതം എവിടെയാണ് നടക്കാനിരിക്കുന്നത്? ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്ന അനുഭവം. മനുഷ്യൻ ദാഹിച്ചതും വർഷങ്ങളായി മനുഷ്യൻ കൊതിയോടുകൂടി കാത്തിരുന്നതും ഈ ദൈവികമായ ഇടപെടലിൻ്റെ അനുഭവത്തിന് വേണ്ടിയാണല്ലോ. ദിവ്യകാരുണ്യനാഥ, മാംസമായി ധരിച്ചതിന്, മനുഷ്യനായി തീർന്നതിന്, ഒരു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മനുഷ്യൻ്റെ പാപക്കറകളെല്ലാം കഴുകി പാപങ്ങളുടെ രക്ഷ നൽകുന്നതിന് വേണ്ടി അങ്ങ് കുരിശിൽ മരിച്ചതിന്, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ ഒരു സ്വർഗം നൽകിയതിന് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ,
അങ്ങയുടെ പരിശുദ്ധ ജീവിതത്തിനിടയിൽ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടൊപ്പം നീ നടന്നുവല്ലോ. അപ്പോസ്തലന്മാരോടൊപ്പം നീ നടന്നുവല്ലോ. രോഗികളോടും തിരസ്കരിക്കപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം അങ്ങ് നടന്നുവല്ലോ. എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ജീവിതകഥ, ഒരു കൂട്ടിൻ്റെ കഥ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോയെ. ആ അപ്പോസ്തലന്മാരോടൊപ്പം ചേർന്ന് നടന്നു നീങ്ങിയ നിമിഷങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. എമ്മാവുസിലേക്ക് പോയ അതേ ശിഷ്യന്മാരുടെ ഹൃദയം കത്തിജ്വലിച്ചതുപോലെ ഇതാ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളും പ്രകാശപൂരിതമാകുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രകാശത്താൽ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളും ഇതാ പ്രകാശത്താൽ ജ്വലിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നത് വലിയൊരു മാതൃകയാണ്. ഉദരത്തിൽ അങ്ങയെ വഹിച്ചുകൊണ്ട് നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഞങ്ങൾ ഓർക്കുന്നു. മംഗളവാർത്ത കേട്ടയുടനെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് നടന്നു നീങ്ങിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തുടർന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ മാറിലാണല്ലോ അങ്ങേ ചേർത്ത് പിടിച്ച് മാതാവ് യാത്രയായത്. തിരിച്ച് ഈജിപ്തിൽ നിന്ന് യാത്രയായപ്പോൾ ആ തിരുവോളിന്മേലാണല്ലോ ഈശോ കിടന്നുറങ്ങിയത്. സമർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് കരങ്ങൾ പിടിച്ച് നടത്തിക്കൊണ്ടുപോയപ്പോഴൊക്കെ ഈശോയുടെ കൂടെ നടന്ന അമ്മ അവസാനം വേദനയുടെ നടുവിൽ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ പുത്രൻ വേദനയിൽ കുരിശുമേന്തി കാൽവരിയിലേക്ക് നടന്നു നീങ്ങിയ വേളയിൽ പിറകെ ഒരമ്മയുടെ സ്നേഹത്തോടുകൂടി സാന്ത്വനമായി പിറകെ നടന്നു. ഈശോയെ, ആ അമ്മയുടെ മാതൃക ഞങ്ങൾ ഏറ്റുപിടിക്കുന്നു. ആ അമ്മയുടെ മാതൃക അനുകരിക്കുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നു. ഏതൊരു നിമിഷത്തിലും അത് വേദനയായിക്കൊള്ളട്ടെ, സന്തോഷമായിക്കൊള്ളട്ടെ, അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങേ കൂടെ നടക്കുവാനായി ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാതൃകയെ ഓർത്ത് ഈശോയെ, ഞങ്ങൾക്ക് അമ്മ എന്ന വലിയ സമ്മാനം നൽകിയതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഒരു രക്ഷകൻ ഇതാ ഭൂമിയിൽ പിറക്കുന്നുവെന്ന മംഗളവാർത്ത കേട്ടപ്പോൾ 3 വ്യക്തിത്വങ്ങൾ ആശങ്കയിലായി, ഭയചകിതരായി. പരിശുദ്ധ അമ്മ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടപ്പോൾ ഈശോയെ, പിതാവായ ദൈവം മറിയത്തോട് ദൂതനിലൂടെ പറഞ്ഞുവല്ലോ, നീ ഭയപ്പെടേണ്ട. യൗസേപ്പ് പിതാവിനോട്
മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോഴും ദൈവമേ, അങ്ങ് ആവർത്തിച്ചു, നീ ഭയപ്പെടേണ്ട, ഇതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന സദ്വാർത്ത ആട്ടിടയരെ അറിയിച്ചപ്പോൾ ആട്ടിടയരും ഭയചകിതരായ നിമിഷങ്ങൾ അവിടെയും ആവർത്തിച്ചു, ഭയപ്പെടേണ്ട. ഈ ക്രിസ്മസ് കാലഘട്ടം ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ ഏറ്റവും വലിയ സ്നേഹസ്പർശം ഭയപ്പെടേണ്ട എന്ന സന്ദേശമാണ്. ഭയമുളവാക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പീഡകളുടെ കാലം ഉണ്ടാകുമ്പോൾ, രോഗങ്ങളുടെ കാലമുണ്ടാകുമ്പോൾ, സാമ്പത്തിക തകർച്ചയുണ്ടാകുമ്പോൾ, വിശ്വസ്തത തകർക്കപ്പെടുമ്പോൾ, രോഗങ്ങൾ മൂർച്ഛിച്ച് ബന്ധങ്ങൾ അകന്നു പോകുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോയെ, എനിക്ക് സ്വാന്തനമായി അങ്ങ് പറയുന്നുവല്ലോ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതിലും വലിയ ആശ്വാസത്തിൻ്റെ വാക്കുകൾ എവിടെയാണ് എനിക്ക് ലഭിക്കുക? ഈശോയെ, ഈ ഒരു നിമിഷം ഇത്രയും മഹോന്നതമായ സന്ദേശം ബോധ്യമായി നൽകിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ എന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ തിരുമനസ്സ് എന്താണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങളിതാ ശ്രവിക്കുന്നു. അരുൾ ചെയ്താലും അങ്ങയുടെ വചനത്തിന് വേണ്ടി, അങ്ങയുടെ സന്ദേശത്തിന് വേണ്ടി ഞങ്ങളുടെ കാതുകളെ ഞങ്ങൾ ഇതാ ഒരുക്കുകയാണ്. ഞങ്ങളോട് നാഥ സംസാരിച്ചാലും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമേനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. ദുഃഖിക്കുവാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോയെ, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഈശോയെ, ഉണർന്നിരിക്കുക മാത്രമല്ല, നിന്നോടൊപ്പമായി ഉണർന്നിരിക്കുവാനാണല്ലോ നീ ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. കൂടെ ആയിരിക്കുവാൻ കൊതിച്ച് ഭൂമിയിൽ മാംസമായി ധരിച്ചിട്ടും മനുഷ്യൻ അങ്ങയുടെ ആവശ്യത്തിന് അങ്ങയുടെ കൂടെ നിൽക്കുവാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല.
ശിഷ്യന്മാർ പോലും അങ്ങയുടെ ഈ ആഹ്വാനം തിരസ്കരിച്ചുകൊണ്ട് ഉറങ്ങുന്നത് അങ്ങ് കാണുകയുണ്ടായല്ലോ. എത്രയോ വേദനാജനകമായ ഒരു കാഴ്ച. അങ്ങ് ആഗ്രഹിച്ചതുപോലെ, അങ്ങ് സ്വപ്നം കണ്ടതുപോലെ കൂടെ നടക്കുവാൻ മനുഷ്യർ സഹകരിക്കാതെ പോകുന്ന കാഴ്ച. ഈശോയെ, ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങളിതാ മാപ്പ് യാചിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കൂടെ ആയിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതെ നിമിഷങ്ങളെ ഓർത്ത് അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ യാചിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസന് കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളറിയുന്ന തമ്പുരാനെ, അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ഹിതവും ഞങ്ങളുടെ ആവശ്യങ്ങളും അങ്ങ് അറിയുന്നുവല്ലോ. എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങളിതാ യാചിക്കുന്നു. ഇറങ്ങി വന്ന് ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തി വിശുദ്ധീകരിച്ച് ഒരു പുൽത്തൊട്ടിയുടെ മനസ്സ് ഞങ്ങളിൽ ഉണ്ടാക്കി അങ്ങെന്നും ജീവിക്കുകയും ജനിക്കുകയും ചെയ്യുന്നൊരിടമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. പുൽക്കൊടിയാമന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും.